ഹായ് വെൽക്കം മീറ്റർ മെന്റർ എപ്പിസോഡ്. മീറ്റർ മെന്റർ എപ്പിസോഡിന്റെ ഫസ്റ്റ് സീരീസിൽ ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് വിഷ്ണു സാർ ആണ്. ആൻവ്യൂസ് മൾട്ടിമീഡിയയുടെ വൺ ഓഫ് ദ സിഇഒ ആൻഡ് ഫോട്ടോഗ്രാഫി ഫാക്കൽറ്റി കൂടിയാണ് സാർ. സർ വെൽക്കം. സർ എത്ര വർഷമായി ഈ ഫീൽഡിലേക്ക് വന്നിട്ട്? ഇപ്പം ഞാൻ ആക്ച്വലി ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നിട്ട് ഇപ്പം ഒരു 8 വർഷം ആയിട്ടുണ്ട് ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങിയിട്ട്. മെയിൻലി ഞാൻ ഫോട്ടോഗ്രാഫി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരു കഥയായിട്ട് വേണമെങ്കിൽ പറയാം. എന്നുവെച്ചാൽ ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങിയ ഒരു സ്റ്റേജ് ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫി എനിക്കൊരു ക്രേസ് ആയിരുന്നു. ആദ്യമേ ചുമ്മാ ഈ മോഡലായിട്ടൊക്കെ ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു എനിക്ക് പണ്ട് തൊട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മോഡലായിട്ട് എടുക്കുമ്പം ഞാൻ എന്ത് ചെയ്യും, എടുക്കുന്ന ആൾക്കാരോട് ഞാൻ പറയും, എടാ ഇത് ഇങ്ങനെ എടുക്കുക, അങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. ഓക്കെ, 8 വർഷത്തിൽ സാർ ഫാക്കൽറ്റി ആയിട്ട് തന്നെയായിരുന്നു അല്ല, എക്സ്പീരിയൻസ്? 8 വർഷത്തിൽ ഞാൻ ഒരു 2021-22 ഓട്ടോമോട്ടീവ് ഫോട്ടോഗ്രാഫറായിട്ടാണ് ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. വണ്ടികളുടെ ഒക്കെ ഫോട്ടോ എടുക്കുക, വണ്ടികളുടെ വീഡിയോ എടുക്കുക, അങ്ങനത്തെ ഒരു ഫീൽഡായിരുന്നു. അതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഫ്രീലാൻസ് ആയിട്ട് വെഡ്ഡിങ് വർക്ക്, ഫാഷൻ, അങ്ങനെയുള്ള ഫുഡ് ഫോട്ടോഗ്രാഫി, പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി, അതൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞ ഓട്ടോമോട്ടീവ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത് 2 കൊല്ലം. അതിനുശേഷം ആ ഒരു ഫീൽഡ് ഞാനത് മാറ്റിയിട്ടാണ് പിന്നെ ഫാക്കൽറ്റിയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഫാക്കൽറ്റിയിൽ ഇപ്പോൾ വന്നിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായി ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫി. ഓക്കെ സർ, 3 മാസത്തെ കോഴ്സും 6 മാസത്തെ കോഴ്സും ആണ് അല്ലേ? ഓക്കെ സർ, ഈ 6 മാസത്തെ കോഴ്സിനെ പറ്റി ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട്, ഇനി പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കുള്ള ഡൗട്ടാണ്, അപ്പൊ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും സാറിന്? ഇപ്പൊ നമ്മൾ 6 മാസത്തെ കോഴ്സിൽ ഇപ്പൊ 6 മാസം നമുക്ക് ഇപ്പോൾ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കേണ്ട. അതിൽ 6 മാസം നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2-3 2 വീക്ക് 2 വീക്ക് നമ്മൾ കൊടുക്കുന്നത് തിയറിയാണ്. ഫോട്ടോഗ്രാഫിയുടെ ബേസിക്സ് ആയിട്ടുള്ള തിയറി സെക്ഷൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ സെറ്റിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യത്തെ ഒരു 2 ആഴ്ച നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ പഠിച്ച തിയറി പ്ലസ് പ്രാക്ടിക്കലാണ്. എന്ന് വെച്ചാൽ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഔട്ട്ഡോറിൽ പോയി പ്രാക്ടീസ് ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുള്ളൂ. ഇത് പ്രാക്ടീസും കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സെക്ഷൻ കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റുഡൻസിനെ സ്റ്റുഡിയോയിലേക്ക് കയറ്റുന്നത്. സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഔട്ട്ഡോറിൽ ഫോട്ടോ എടുക്കുന്നവരല്ല എന്ത് ചെയ്യുന്നത്, സ്റ്റുഡിയോയ്ക്കകത്ത് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എക്സ്റ്റേണൽ ഫ്ലാഷ് ലൈറ്റുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലാഷ് അല്ലെങ്കിൽ വീഡിയോ ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഫുഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്, എങ്ങനെയാണ് ജുവലറി ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്, എങ്ങനെയാണ് ഫാഷൻ ഷൂട്ടൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു കൊമേഴ്ഷ്യൽ ആഡ് ഷൂട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും, പരസ്യം വഴിയിലൊക്കെ വെക്കുന്ന ഹോർഡിങ് പോലത്തെ പരിപാടികളുണ്ടല്ലേ. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് ലൈറ്റിംഗ് പാറ്റേൺസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റുഡിയോയിൽ നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് അവരെ കൊണ്ട് തന്നെ നമുക്ക് പ്രോജക്റ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ ഷൂട്ട് അവർ തന്നെ മോഡൽസിനെ കൊണ്ടുവന്ന് ഫോട്ടോഷൂട്ട് ചെയ്ത് പ്രോജക്റ്റൊക്കെ കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പഠിപ്പിക്കുകയുള്ളൂ. ഇപ്പോൾ ഫുഡ് ആയിക്കോട്ടെ, ആ ഫുഡിന് പ്രോജക്റ്റ് കൊടുക്കും, അത് സബ്മിറ്റ് ചെയ്ത് നമുക്ക് തരണം. പിന്നെ പ്രൊഡക്റ്റ് കൊടുക്കും, പ്രൊഡക്റ്റ് സബ്മിറ്റ് ചെയ്ത് നമുക്ക് തരണം. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡൽ കൊടുക്കും. മോഡലും നമ്മൾ എന്ത് ചെയ്യണം, അവർ ഓരോ മോഡലിനെ കൊണ്ടുവന്ന് ആ ഫോട്ടോഷൂട്ട് നമ്മുടെ ഓക്കെ ശരിയായി എന്ന് പറഞ്ഞ് അപ്രൂവൽ മേടിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ സെക്ഷനായിട്ട് നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് സ്റ്റുഡിയോയിൽ നമ്മുടെ ഒരു 4 മാസം ഫുള്ള് പിള്ളേർ 4 മാസം സ്റ്റുഡിയോയ്ക്കകത്തായിരിക്കും. 4-5 മാസം സ്റ്റുഡിയോയ്ക്കകത്തായിരിക്കും. ലാസ്റ്റ് ഒരു 1 മന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോട്ടോ എഡിറ്റിംഗ് കൊടുക്കുന്നത്. വെച്ചാൽ നമ്മൾ ഫോട്ടോഗ്രാഫി പഠിക്കുന്ന പിള്ളേർക്ക് ബേസിക്സ് ആയിട്ട് ഫോട്ടോ എഡിറ്റിംഗ് കൂടി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വെച്ചാൽ ഇവരെടുക്കുന്ന ഫോട്ടോ റീടച്ച് ചെയ്യാനും അല്ലെങ്കിൽ കളർ ഗ്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളൊരു 1 മന്ത് നമ്മൾ എന്ത് ചെയ്യും, ഫോട്ടോഷോപ്പും കൂടി നമ്മുടെ പിള്ളേർക്ക് കൊടുക്കും. അങ്ങനെയാണ് 6 മാസം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോട്ടോഗ്രാഫി കോഴ്സ് നമ്മൾ കൊടുക്കുന്നത്. അതിനകത്ത് നമുക്ക് മെയിൻലി പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ് വരുന്നുണ്ട്, അണ്ടർ വാട്ടർ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇതിനകത്തൊരു സ്പെഷ്യലായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അണ്ടർ വാട്ടറും വൈൽഡ് ലൈഫും. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിള്ളേരെ കുറച്ച് എൻജോയ്മെൻറ്റും ഒരു ടൂർ പോലൊക്കെ കൊണ്ടുപോയി നമ്മൾ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടി. അപ്പോൾ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് പോലും നമ്മൾ ഒരു പാക്കേജ് പോലാണ്. നമ്മൾ പിള്ളേരെല്ലാവരും കൊണ്ടുപോകും. നമ്മുടെ എത്ര ബാച്ചിനുണ്ടോ അതിലൊരു 3 ബാച്ചിനെ നമ്മൾ അടുപ്പിച്ച് കൊണ്ടുപോയി അവർക്കെല്ലാം വേണ്ട ക്യാമറയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൈൽഡ് ലൈഫിനൊക്കെ കൊണ്ടുപോകുന്നത്. ഓക്കെ സർ, അതേപോലെ തന്നെ 3 മന്ത് കോഴ്സും ആൻവ്യൂസ് മൾട്ടിമീഡിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഫോട്ടോഗ്രാഫിയുടെ? ഈ 3 മന്ത് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് 6 മന്തിൽ കൊടുക്കുന്ന അത്രയും ഡീറ്റെയിലിംഗ് ഉണ്ടാവില്ല. എന്നുവെച്ചാൽ ഇതൊരു ക്രാഷ് കോഴ്സാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ബേസിക്സ് ആയിട്ട് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുന്ന ഒരു ക്ലാസ്സാണ് ഈ 3 മാസം എന്ന് പറയുന്നത്. സർ, ആൻവ്യൂസ് മൾട്ടിമീഡിയയിൽ ഒരു ഫോട്ടോഗ്രാഫി കോഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്തെല്ലാമാണ്, നമ്മൾ യുണീക്കായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ? ഈ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് നമ്മുടെ സ്റ്റുഡൻസിന് പ്രാക്ടീസാണ്. ഓക്കെ, ഞാനിപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിള്ളേർ പഠിച്ചെന്ന് പറഞ്ഞാലല്ല കാര്യം ഇരിക്കുന്നത്, ആ പഠിക്കുന്ന സാധനം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. ഇവിടെ 100% ഞാൻ പറയാം, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് ഞാൻ ഒന്നേ പറയാറുള്ളൂ, ഞാൻ പഠിപ്പിക്കുന്നത് മാത്രം നിങ്ങൾ നോക്കരുത്. ഞാൻ പഠിപ്പിക്കുന്നത് 20% ഉണ്ടാവുള്ളൂ, ബാക്കി 80% നിങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾ കുറേ ഫോട്ടോഗ്രാഫേഴ്സിനെ കണ്ടിട്ടുണ്ടാവും. ഇവരൊക്കെ ആ ലെവലിൽ എത്തിയേക്കുന്നത് പഠനം കൊണ്ട് മാത്രമല്ല, പ്രാക്ടീസ് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും കൊടുക്കുന്നുണ്ട്. അവിടെ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിവിടെ കൊടുക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസാണ്. പിള്ളേർക്ക്
മെയിൻലി പ്രാക്ടീസാണ്. അത് ഷൂട്ട് കാര്യങ്ങളെല്ലാം, പ്രോജക്റ്റ് കാര്യങ്ങളെല്ലാം, ഇതൊക്കെ പ്രാക്ടീസ് കൊണ്ട് മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. അതാണ് നമ്മൾ മെയിൻലി ഇവിടെ ഞാൻ കൊടുക്കുന്നത്. സർ, ഈ വൈൽഡ് ലൈഫ്, അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള അണ്ടർ വാട്ടർ ട്രെയിനിങ്, ഇതെല്ലാം നമ്മൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെല്ലാം കുട്ടികൾക്ക് ഫ്യൂച്ചറിലേക്ക് അത്രമാത്രം ബെനിഫിറ്റ് ഉണ്ടാകുന്ന കാര്യങ്ങളല്ലേ? ഇപ്പം വൈൽഡ് ലൈഫ് നമ്മൾ മാത്രമല്ല, കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചെയ്യുന്നുണ്ട്. വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ മാത്രമല്ല കൊടുക്കുന്നത്. കേരളത്തിലേക്കുള്ള നമ്മൾ മാത്രമല്ല, കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ വൈൽഡ് ലൈഫ് കൊടുക്കുമ്പം പിള്ളേർക്ക് വൈൽഡ് ലൈഫിൻ്റെ ഫീൽ എന്താണെന്ന് മനസ്സിലായി. അല്ലാതെ നമ്മൾ ചുമ്മാ ഒരു അടുത്ത് കൊണ്ടിട്ട് ഇത് കാട്ടി കൊണ്ടിട്ട് ഇതാണ് വൈൽഡ് ലൈഫ്, ഇവിടെയാണ് ഫോട്ടോ എടുക്കുന്നത് എന്ന് പറഞ്ഞ കാര്യമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇത്തവണ നമ്മൾ പോയത് നാഗർഹോളാണ് പോയത്. കർണാടക, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്ത് പിള്ളേരെ കൊണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾ അവിടെ അത്ര ദൂരം സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിള്ളേരെ കൊണ്ട് പോകുമ്പം ഈ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ് പറ അല്ലെ സീരിയസ് ചോദിച്ചാ? ഓക്കെ, ഐ മീൻ മൃഗങ്ങളെല്ലാം എന്റെ ബ്ലൂപ്പേഴ്സ് തന്നെ കിട്ടുന്നത് മൃഗങ്ങളുള്ള സ്ഥലല്ലേ അതൊക്കെ ഞാൻ സീരിയസ് വെച്ചാണ്. ഓക്കെ, അപ്പം ഈ വൈൽഡ് ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതെല്ലാം ആസ്വദിക്കാൻ പറ്റണം. മൃഗങ്ങള്, കാട്, പക്ഷികൾ, അതൊക്കെയാണ് ഒരു വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന സാധനം. ഈ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന സാധനം നമുക്ക് പിള്ളേർക്ക് ആസ്വദിക്കാൻ പറ്റണം. മനസ്സിലായി? എല്ലാവരും കാണാൻ പറ്റണം. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ അവിടെ നാഗർകോവിൽ പോയി. അവിടെ പോയി ഞങ്ങൾ കണ്ടത് പുലീനെയാണ് കണ്ടത്. ഓക്കെ, ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? കുറച്ച് കുരങ്ങുകളെ കിട്ടും, കുറച്ച് മാനുകളെ കിട്ടും, കുറച്ച് അഡ്വഞ്ചറാണ്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് പിള്ളേരെ കൊണ്ട് നമ്മൾ വൈൽഡ് ലൈഫിൽ വെറൈറ്റി ആയിട്ട് നിൽക്കുന്നതിൻ്റെ മെയിൻ കാര്യം നമ്മൾ അറിയാം. ഞങ്ങൾ മെയിൻലി നമ്മൾ കേരളത്തിന് വെളിയിലാണ് എന്ത് ചെയ്യുന്നത്, വൈൽഡ് ലൈഫ് ഞങ്ങൾ മുഴുവൻ പ്ലാൻ ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് കൂടുതൽ. ഇപ്പം ബന്ദിപ്പൂര്, നാഗർകോവിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ്, നമുക്ക് കുറച്ച് സൈറ്റിംഗ് കൂടുതലാണ്. എന്നുവെച്ചാൽ മൃഗങ്ങളെ കിട്ടാൻ ഓരോ സമയം, ഓരോ മാസത്തൊക്കെ സൈറ്റിംഗ് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻലി അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസിനെ വൈൽഡ് ലൈഫിനായിട്ട് തന്നെ കൊണ്ടുവന്നത്. പിന്നെ അത് പറഞ്ഞ പോലെ തന്നെ അണ്ടർ വാട്ടർ ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മളാണ് കൊടുക്കുന്നത്. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൊന്നും അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നില്ല. ഈ അണ്ടർ വാട്ടർ ഞങ്ങൾ സ്പെഷ്യലി ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. എന്നുവെച്ചാൽ എങ്ങനെയാണ് വെള്ളത്തിനടിയിൽ പോയി ഫോട്ടോ എടുക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഈ ഗൂഗിളിലും അവിടെ ഇവിടെ കണ്ടിട്ടുണ്ടോ ഈ വെള്ളത്തിനടിയിലുള്ള മീൻ്റെ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ മറ്റേ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെള്ളത്തിനടിക്കുക. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് എങ്ങനെ എടുക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു ആസ് എ ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ നമുക്ക് ഫോട്ടോഗ്രാഫിയുടെ എല്ലാ മേഖലയിലും കൈയെത്തണം എന്നുണ്ടെങ്കിൽ അണ്ടർ വാട്ടറും കൂടി നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതിന് എന്ത് കിറ്റാണ് യൂസ് ചെയ്യുന്നത്, ഏത് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനത്തെ സിറ്റുവേഷൻ കാര്യങ്ങളെല്ലാം, ഏത് ISO, ഏത് ഷട്ടർ സ്പീഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. വെള്ളത്തിനടി ചെല്ലുമ്പോൾ നമുക്ക് ലൈറ്റിങ്ങിന് ഡിഫറൻസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ഈ എന്താ പറയുക, ഔട്ട്ഡോറുള്ള ലൈറ്റിംഗ് ആയിരിക്കില്ല എന്ത് വരുന്നത്, വെള്ളത്തിനടിയിൽ ഉള്ള ലൈറ്റിങ്. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക, ഫോട്ടോഗ്രാഫിയിൽ കുറച്ച് വ്യത്യാസങ്ങളുള്ള. അപ്പോൾ ഈ വെള്ളത്തിനടിയിൽ ഫോട്ടോ എടുക്കുമ്പം ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി എടുക്കാനൊക്കെ ഉള്ള ഒരു ക്ലാസ്സും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അണ്ടർ വാട്ടറിൽ നമ്മൾ കൊടുക്കുന്നത്. സാൻവ്യൂസ് മൾട്ടിമീഡിയയ്ക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഹബ്ബ് ഉണ്ട്. നമ്മൾക്ക് ഇവിടെ ഒരുപാട് സെലിബ്രിറ്റി ഷൂട്ട്സ് എല്ലാം കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ് അവിടെ ഇന്റേൺസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കുട്ടികൾക്ക് അതിലൂടെ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇപ്പം ചോദിച്ച സെലിബ്രിറ്റി ഷൂട്ട്, ഇപ്പം ഞാനാണ് സെലിബ്രിറ്റി ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് സെലിബ്രിറ്റി ഷൂട്ടുകൾ വരുമ്പോൾ ഞാൻ മെയിൻലി പിള്ളേരെയാണ് എന്ത് ചെയ്യുന്നത്, അസിസ്റ്റൻസ് ആയിട്ട് എൻ്റെ കൂടെ കൂട്ടുന്നത്. എന്തുകൊണ്ട് ഞാൻ അവരെ കൂട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഇവരെ എൻ്റെ കൂടെ നിർത്തുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫോട്ടോഷൂട്ടിനും ഓരോ കൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷൂട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരേ പാറ്റേൺ ആയിരിക്കില്ല എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം ലൈറ്റിങ്ങിൽ എന്തുണ്ടാവും, വ്യത്യാസങ്ങളുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു 5 പോയിന്റ് ലൈറ്റിങ്, 2 പോയിന്റ് ലൈറ്റിങ്, 3 പോയിന്റ് ലൈറ്റിങ്, 1 പോയിന്റ് ലൈറ്റിങ്, ഇങ്ങനെയല്ല കുറച്ച് ലൈറ്റിംഗ് പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റിംഗ് പാറ്റേൺസ് നമ്മൾ ഏത് ലൈറ്റിംഗ് ആണ് ചെയ്യുന്നത്, അത് എങ്ങനെ വെക്കണം, ആ ലൈറ്റ് എവിടെ വരണം, അതിൻ്റെ പൊസിഷൻ എവിടെയാണ്, ഇതെല്ലാം പിള്ളേരെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കൂടെ നിർത്തി അസിസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ സെലിബ്രിറ്റി ഷൂട്ട് എന്ന് പറയുന്ന സാധനം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു 8 വർഷം എക്സ്പീരിയൻസ് ആണ്. ഇവർക്കിപ്പോൾ വേറെ സ്ഥലത്ത് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് പറയാം, എന്ത്, ഞാൻ ഇങ്ങേറെ കൂടെ അല്ലെങ്കിൽ എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും, ധൈര്യത്തോടെ ഇവർക്ക് പറയാൻ പറ്റും. അതാണ് അവർക്ക് കൊടുക്കുന്ന ഒരു ഗുണമായിട്ട് പറയുന്നത്. മനസ്സിലായി? ഒരു അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരാളുടെ കൂടെ, ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പിള്ളേർക്ക് പറയാൻ പറ്റും. ഓക്കെ, അവരത് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് ഗുണം. അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് ഗുണം. അപ്പോൾ ഇനി സ്വന്തമായിട്ട് അവരൊരു ഷൂട്ട് ചെയ്യുകയാണെന്നെങ്കിൽ പോലും ഞാൻ ചെയ്തൊരു ലൈറ്റിംഗ് പാറ്റേൺസ് അവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അതൊക്കെയാണ് അവർക്കുള്ളൊരു മെയിൻ പോയിന്റ് ആയിട്ട് കൊടുക്കുന്നത്. സാൻവ്യൂസിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കൂടുതൽ കുട്ടികളും ഫ്രീലാൻസിംഗ് ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ടാണ് പ്ലേസ്ഡ് അയക്കുന്നത്. അപ്പോൾ അതിനെ കുറിച്ചുള്ള സാറിന്റെ ഒപ്പീനിയൻ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ്, എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞ സാധനം. നമ്മളിവിടെ മെയിൻലി നമുക്ക് പിള്ളേർക്ക് കൊടുക്കുന്ന എന്താണ്, പ്രാക്ടീസാണ് കൊടുക്കുന്നത്. ഇവർക്കൊരു പ്രാക്ടീസ് കൊടുത്ത് അവരൊരു എന്താ പറയുക, ഒരു 100ൽ ഒരു 80% ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ട് വർക്ക് എടുക്കാനുള്ള എന്തുണ്ടാവും, ധൈര്യം, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇവരത് ചെയ്യും.
അതിൽ വെഡ്ഡിങ് വർക്കോ മോഡൽ ഷൂട്ടോ എന്ത് ഷൂട്ടോ ആയിക്കോട്ടെ, ഇവർ ആ സമയത്ത് വർക്ക് പിടിക്കാൻ തുടങ്ങും. ഈ വർക്കിൽ നിന്ന് അവർക്ക് എന്തുവരും, ഇൻകം വരാൻ തുടങ്ങും. അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നത്, ഫ്രീലാൻസ് ആയിട്ട് ഫോളോ ചെയ്താണ് പോകുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ പഠിച്ച പിള്ളേർ മെയിൻലി എന്ത് ചെയ്യുന്നത്, ഫ്രീലാൻസ് ആയിട്ട് ജോലി ചെയ്യുന്നത്. അതാണ് പറഞ്ഞത് ഇവിടെ ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ പോലെ പ്രാക്ടീസ്. മനസ്സിലായോ? ആ പ്രാക്ടീസിലാണ് അവർക്ക് എന്ത് വരുന്നത്, കോൺഫിഡൻസ്. ആ കോൺഫിഡൻസിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആ വർക്കിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഇൻകം ചെയ്യുന്നത്. സർ, ഏതൊക്കെ ഏരിയാസിലാണ് നമ്മുടെ ഫോട്ടോഗ്രാഫി സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആവുന്നത്, അല്ലെങ്കിൽ അവർക്ക് ജോബ് കിട്ടുന്നത്? ഇപ്പം ഫോട്ടോഗ്രാഫി മേഖലകൾ കുറേ ഉണ്ട്. ഓക്കെ, ഇപ്പോഴും എല്ലാ പിള്ളേർക്കും അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി. ഓക്കെ, വെഡ്ഡിങ് മോശമൊന്നും ഞാൻ പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കേട്ട് ശീലിച്ചേക്കുന്നതും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതും ഏറ്റവും കൂടുതൽ എന്താണ്, ഇപ്പോൾ ആര് ഇൻസ്റ്റാഗ്രാം എടുത്ത് എന്ത് റീൽ നോക്കി എന്ന് പറഞ്ഞാൽ ആദ്യം കാണുന്നത് എന്തായിരിക്കും, വെഡ്ഡിങ് ഫോട്ടോസ്, വെഡ്ഡിങ് റീൽസ്, അങ്ങനെയുള്ള സംതിങ് സാധനങ്ങളായിരിക്കും കാണുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം മനസ്സിൽ എന്താണ് പോകുന്നത്, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി മാത്രമേ ഉള്ളൂ, അതാണ് ഒരു ഫോട്ടോഗ്രാഫി ആയിട്ട് ഇവർ കാണുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ പിള്ളേർക്ക് ഞാൻ പറഞ്ഞില്ല, ഫുഡ് ഫോട്ടോഗ്രാഫി, പ്രൊഡക്റ്റ്, ഫാഷൻ, ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഷൂട്ടുകൾ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഫോട്ടോഗ്രാഫി മേഖലകളിൽ വരുന്നതാണ്. ആർക്കിടെക്ചർ ഫോട്ടോഗ്രാഫി, എന്താ പറയുക, ഓട്ടോമോട്ടീവ് ഫോട്ടോഗ്രാഫി, ഇപ്പോൾ ഇങ്ങനെ പറയുന്ന കുറേ ഫോട്ടോഗ്രാഫി നമുക്ക് എന്തുണ്ട്, മേഖലകളുണ്ട്. ഇതിപ്പോൾ നമ്മൾ പിള്ളേർക്ക് ഇത് കൊടുക്കുകയാണ്. ഫാഷൻ കൊടുത്തു, വെഡ്ഡിങ് കൊടുത്തു, പ്രൊഡക്റ്റ് കൊടുത്തു, ഫുഡ് കൊടുത്തു, ഇതെല്ലാം കൊടുത്തു എന്ന് വിചാരിക്കുക. പിള്ളേർ ഇതിൽ പ്രാക്ടീസ് ചെയ്ത് ഇവർക്ക് ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാകും. ഞാൻ ഇനി ഫാഷൻ ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കരമായിട്ട് ഓക്കെ ലൈക്കായി, ഇത് മതി എന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽഡ്, അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും, അല്ലെ ഇപ്പോൾ തുണിക്കട, അവിടെയൊക്കെ ഫാഷൻ പരിപാടി, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും എല്ലാ പരിപാടി ഇപ്പോൾ എല്ലാ തുണിക്കടയിലും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, മെയിൻലി നമ്മുടെ കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായി? എന്ന് വെച്ചാൽ ഇപ്പോൾ ഫാഷൻ ഷൂട്ട് ചെയ്യുന്ന ഒരാൾ എന്തായാലും ഈ ഫാഷൻ ഫീൽഡുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കമ്പനികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ പ്രൊഡക്റ്റ് ആയിക്കഴിഞ്ഞാൽ എന്താണ്, പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം എന്താ പറയുക, ഫുഡ് ആയിക്കഴിഞ്ഞാലോ ഫുഡുമായിട്ടുള്ള പരിപാടിക്ക് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള മേഖലകൾ ഞാൻ പറയില്ലേ, ഇത് പിള്ളേരെ ഇതെല്ലാം ഈ ഇത്രയും കാറ്റഗറിയുള്ള എല്ലാ ഫോട്ടോഗ്രാഫി ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, 6 മാസം നമ്മൾ പഠിപ്പിക്കും. അത് ഏത് മേഖലയെന്നൊന്നുമില്ല, ഏത് മേഖല വന്നാലും ഇവർക്ക് ചെയ്യാനുള്ളൊരു ധൈര്യം നമ്മൾ കൊടുക്കും. ഇപ്പം നമുക്ക് ഒരു എന്താ പറയുക, ജോബ് വേക്കൻസി വരികയാണ്. ആ വേക്കൻസിയിൽ ഇപ്പോൾ ഏത് സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നത്, അവനെ വിടാം. ഓക്കെ, അവനതറിയാം, വിടാം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ പഠിപ്പിക്കുന്നതും പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. സർ, നമ്മളുടെ ഇവിടെ ഏതെങ്കിലും കുട്ടികൾ ഫിലിമായി കണക്ട് ചെയ്ത ഇൻഡസ്ട്രിയിൽ പ്ലേസ്ഡ് ആയി? ഇപ്പം നമ്മുടെ ഒരു സ്റ്റുഡന്റ് ധനുഷ് എന്ന് വെച്ചാൽ, ധനുഷ് ഇപ്പം വർക്ക് ചെയ്യുന്നത്, ഞാൻ ആദ്യം അവനെ അനൂപ് ചാക്കോ, എല്ലാവർക്കും അറിയായിരിക്കും, ഫോട്ടോഗ്രാഫി ഫീൽഡിലുള്ള എല്ലാവർക്കും ചിലപ്പോൾ അറിയായിരിക്കും. അനൂപ് ചാക്കോ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് ഞാൻ ഇൻറ്റൻസിനാണ് ആദ്യമേ ഇവനെ വിടുന്നത്, ധനുഷിനെ വിടുന്നത്. അതിനുശേഷം അവൻ്റെ വർക്ക് അല്ല അവൻ്റെ ആ ഒരു പെർഫോമൻസ് എല്ലാം കണ്ടിട്ട് ഇപ്പം പുള്ളിയുടെ കൂടെയാണ് ഇപ്പം നമ്മുടെ ധനുഷ് വർക്ക് ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫി പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡന്റ് ആസ് എ ഫ്രഷർ എത്ര ഒരു സാലറി എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും? ഇപ്പം ഫ്രഷർ എന്നുള്ള നിലയിൽ ഞാനൊരു കാര്യം 20-25 ആ ലെവലിൽ സാലറി ആദ്യമേ എന്ത് ചെയ്താൽ മതി, പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ഞാനൊരു കാര്യം പറയാം, അവരുടെ എക്സ്പീരിയൻസ് അല്ല, അവരുടെ പ്രാക്ടീസ്, അവരുടെ പോർട്ട്ഫോളിയോ, അവരുടെ വർക്ക്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം എന്ത് ചെയ്യാം, അതിന് മേളിലും സാലറി കിട്ടാം. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ 2 കൊല്ലം ഓട്ടോമോട്ടീവ് ആയിട്ട് ഫോട്ടോഗ്രാഫറായിട്ട് ജോലി ചെയ്യുന്നത്. അന്ന് ഞാൻ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു കമ്പനിയിൽ ജോലി കയറുന്നത്. ഓക്കെ, അതുവരെ ഞാൻ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ എനിക്കൊരു ഓഫർ വന്നപ്പം ഞാൻ അവിടെ ആദ്യമേ കയറിയത്, അവിടെ എൻ്റെ സാലറി എന്ന് പറയുന്നത് 45 to 50 ആണ് എൻ്റെ സാലറി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഫ്രഷറാണ് ഞാൻ ഒരു കമ്പനിയിൽ. എന്തുകൊണ്ട് അത് കിട്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ എൻ്റെ വർക്കും എൻ്റെ കോൺഫിഡൻസും ഞാൻ പറഞ്ഞു, എനിക്കൊരു എന്താ പറയുക 1 month അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ വർക്ക് നോക്കുക, എന്നിട്ട് എനിക്ക് ആ മാസം സാലറി തന്നാൽ മതി. എന്തുകൊണ്ട് അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എനിക്ക് എന്നോടുള്ളൊരു കോൺഫിഡൻസ് ആണ്. അതൊക്കെ വില്ലി ഞാൻ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ എന്ത് ചെയ്തത്, പറഞ്ഞത്. പക്ഷേ ഞാനത് അവിടെ ചെന്നു, അത് അവിടുത്തെ കാര്യങ്ങളെല്ലാം പക്കയായിട്ട് ക്ലീനാക്കി ചെയ്തു. അവിടെ ഞാൻ പറഞ്ഞ സാലറിയിലാണ് ആദ്യത്തെ എൻ്റെ ജോലി കമ്പനിയിൽ ഞാൻ സാലറി മേടിക്കുന്നത്, 40 to 50. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്, പിള്ളേർക്കും അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വർക്ക് കാണിക്കുകയുണ്ടെങ്കിൽ, അവരുടെ പെർഫോമൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന സാലറിയിൽ കിട്ടും. സർ, ഇപ്പോൾ പറഞ്ഞു സർ വർക്ക് ചെയ്ത ടൈമിലത്തെ, അതായത് ഒരു 2 years ബാക്ക് ആയിരിക്കും അല്ലെ, 3 year 4 year. സർ, ആ സമയത്ത് ഉണ്ടായിരുന്നതിൽ നിന്ന് ഈ ഒരു മീഡിയ ഇൻഡസ്ട്രി എത്രമാത്രം ഡെവലപ്പായി? എനിക്ക് തോന്നുന്നു ആ സമയത്ത് കുറെയൊക്കെ ഒരു ക്യാമറാമാൻ എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ല ഇപ്പോ ഒരു നമ്മുടെ സൊസൈറ്റിക്ക് ഉള്ളത്. അന്ന് ഒരു ക്യാമറയിൽ തൂക്കി നടക്കുന്നു എന്നൊരു വേർഡായിരുന്നുണ്ടെങ്കിലും ഇന്ന് ഒരു ക്യാമറാമാൻ വന്നൊരു ഫോട്ടോ എടുത്ത് പോകുന്നതിന് അവർ ചോദിക്കുന്ന ചാർജ് നമ്മൾ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. കൊടുക്കണം. അവര് ഇപ്പൊ മെയിൻലി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോട്ടോഗ്രാഫറിന് പൈസ കൊടുക്കാൻ മടിയുള്ള ക്ലയന്റുകളാണ് കൂടുതലുള്ളത്. ഉള്ള കാര്യം പറയുന്നത്, ഞാൻ ഇതായിട്ട് പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
മേക്കപ്പ് ആർട്ടിസ്റ്റിന് പൈസ കൊടുക്കാൻ മടിയില്ല. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു വെഡിങ് ആയിക്കൊണ്ട് വിചാരിക്കും കേട്ടോ. മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുന്ന പൈസ എന്ത് ചെയ്യും? ക്ലയൻറ്റ് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂം, കല്യാണത്തിന് ഡ്രസ്സ് വേണമല്ലോ, അതിന് ചോദിക്കേണ്ട പൈസ അവർ കൊടുക്കും. ലാസ്റ്റ് അവർ വെഡ്ഡിങ് വർക്കിലേക്ക് വരും. ഫോട്ടോ, വീഡിയോ, ആൽബം, അത് ഇതെന്നെല്ലാം പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരും. അന്ന് അവർക്ക് എന്ത് വേണം? ചേട്ടാ ഇത്ര പൈസ പറ്റത്തില്ല ചേട്ടാ, ചെറിയ ബഡ്ജറ്റ് ചെയ്തു തരാൻ പറ്റുമോ? ഞങ്ങളുടെ ബഡ്ജറ്റ് ഇത്രയാണ്. ഇവരൊരിക്കലും മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്തോ കോസ്റ്റ്യൂമിൻ്റെ അടുത്തോ കല്യാണം മണ്ഡപം ഇടുന്നവർക്കോ ഫുഡ് പറയുന്നവർക്കോ ഇതൊന്നും ഈ ബഡ്ജറ്റ് ഒന്നും അവർക്ക് പ്രശ്നമില്ല. ഫോട്ടോ എടുക്കുന്നവർക്ക് വരുമ്പോൾ മാത്രം നമ്മൾ പറയുന്ന ബഡ്ജറ്റ് അവർക്ക് പറ്റില്ല. അതിപ്പോൾ അവർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാനായിട്ടാണ്. ഇമ്പോർട്ടൻസ് അല്ല, ഇപ്പോഴും ഈ 2025 ഇപ്പോഴും ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ പറയുന്ന ബഡ്ജറ്റിൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ തരാൻ മടിയുള്ള ക്ലയൻറ്റുകളുണ്ട്. ഇവര് ഞാൻ ഉള്ള കാര്യം ചിലർ ഇപ്പോഴും ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് എന്തോ ഒരു മാറാത്ത ആളാണ്. ഇതൊരു ജോബാണ്, ഇതിന് ഇത്ര സംഭവം ഉണ്ട് എന്ന് ചിന്തിക്കാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ഇപ്പോൾ ഒരു 10K മേടിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 8K മേടിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇവർ ഈ 10Kക്ക് കഷ്ടപ്പെടുന്ന ക്യാമറയുടെ എക്യുപ്മെന്റ്സിന്റെ വിലയോ, ആ ലെൻസിന്റെ വിലയോ, കൊണ്ടുവരുന്ന ലൈറ്റിന്റെ വിലയോ, കൂടെ കൊണ്ടുവരുന്ന അസിസ്റ്റന്റ് കാര്യങ്ങളോ, എത്ര ദൂരത്തു നിന്നാണ് വരുന്നതെന്നുണ്ടോ, ഇതൊന്നും ക്ലയന്റിന് അറിയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടി നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. പിന്നെ ആ ഫോട്ടോ എഡിറ്റ് ചെയ്യണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, ഇതിനെല്ലാം കൂടി ഒരു എമൗണ്ട് ആണ് പറയുന്നത്. എഡിറ്റിങ്ങിന് സെപ്പറേറ്റ് ക്യാഷാണ്, ഫോട്ടോ എടുക്കുന്നതിന് സെപ്പറേറ്റ് ക്യാഷാണ്, പിന്നെ അസിസ്റ്റൻസിന് പൈസ കൊടുക്കണം. ചിലപ്പോൾ ക്യാമറ ഇല്ലാത്ത ഒരാളാണ് റെന്റ് ആയിരിക്കും എടുത്തിട്ട് വരുന്നത്. ഇതെല്ലാം കൂടി നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു പേയ്മെന്റ് പറയുന്നത്. ഇത് തരാൻ മടിയുള്ള ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഓക്കെ സാർ, പഠിക്കുന്ന സമയത്ത് സാറിന് കിട്ടിക്കൊണ്ടിരുന്ന കുറച്ച് ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഇപ്പൊ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പൊ എത്രമാത്രം എക്സ്ട്രീം ലെവലിലാണ് ആൻഡ്യൂസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് സ്റ്റുഡിയോയില് ആകെ ഒരു 2 ലൈറ്റോ 1 ലൈറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. ഓക്കെ, ആകെ ക്യാമറ എന്ന് പറയുന്നത് ഏതോ ഒരു ചെറിയൊരു ക്യാമറയുണ്ട്. ആ ക്യാമറയിലാണ് സത്യം പറഞ്ഞത് ഉള്ളത് പറയുന്നത്. ആ ക്യാമറയിലാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ സ്ട്രീറ്റ് പോയി ഫോട്ടോ എടുത്ത്. അത് എൻ്റെ പ്രാക്ടീസ് കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ പ്രാക്ടീസ് ആണത് മെയിന്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് വേണ്ട ക്യാമറകൾ, സ്റ്റുഡിയോയിൽ വേണ്ട ലൈറ്റുകൾ, A to Z കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. മനസ്സിലായോ? എന്നുവെച്ചാൽ എല്ലാ സാധനവും പിള്ളേർക്ക് പഠിക്കേണ്ട, ഫോട്ടോഗ്രാഫിയിൽ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അറബ് കൺട്രീസിൽ, UAE പോലത്തെ GCC കൺട്രീസിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക്, ഐ മീൻ ഫോട്ടോഗ്രാഫേഴ്സിനുള്ള ഒരു ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്? ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അവിടെയും പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ക്വാളിറ്റി വേണം. ഓക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ചുമ്മാ കയറി പോകാൻ പറ്റത്തില്ല. നമ്മുടെ വർക്ക് കാര്യങ്ങളെല്ലാം അത് മാക്സിമം നമ്മൾ നമ്മുടെ ഇപ്പോൾ 2-3 സ്റ്റുഡൻസ് ഇപ്പോൾ അവിടെ ഉണ്ട്. ഓക്കെ, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വീഡിയോഗ്രാഫറായിട്ടും സ്റ്റില്ലായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഇവിടെ നിന്നാണ് പഠിച്ചത്. ഓക്കെ, അവരിപ്പോഴും കോൺടാക്ട് ഉണ്ട് കേട്ടോ. ഉള്ള കാര്യം, അവരിപ്പോഴും നമ്മളുമായിട്ട് കോൺടാക്ട് ഉള്ള ആൾക്കാരാണ്. ഇപ്പം അറബ് കൺട്രീസിൻ്റെ കാര്യം പറഞ്ഞു. അവിടെ ഇപ്പം നമുക്കൊരു 3 സ്റ്റുഡൻസ് നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ഇനി പുതിയൊരു സ്റ്റുഡൻറ്റ് ഇവിടെ പോകുന്നുണ്ട്, ബഹറിലും വീഡിയോഗ്രാഫറായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ബഹറിൽ പോകാൻ വേണ്ടി തന്നെ നമ്മൾ ജോബിന് അവനെ പ്ലേസ്മെൻറ്റ് ചെയ്ത ആ പുള്ളി അവനോട് പറഞ്ഞത്, ഒരു വർക്കിന് കൊണ്ടുപോയിട്ട് നിനക്ക് ഇഷ്ടമുള്ള വീഡിയോ നീ എടുത്തോ, ഈ വീഡിയോ എടുത്ത് നീ എഡിറ്റ് ചെയ്ത് തന്നെ കാണിക്കണം. ഓക്കെ ആണെങ്കിൽ ഡീലാന്ന് പറഞ്ഞു. അവൻ ആ വർക്ക് എടുത്ത് എഡിറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അവർക്ക് വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തത്, അവനെ ബഹറിലേക്ക് ടിക്കറ്റും കാര്യങ്ങളും ഓർത്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ട് അവനെ കയറിപ്പോന്നു. അവനിപ്പോൾ എന്തോ മെഡിക്കലും കൂടി കണ്ട് റെഡി ആകാനുള്ളത്, അതും കൂടി റെഡി ആയി കഴിഞ്ഞാൽ ചെറുക്കൻ കയറിപ്പോവും. അതുപോലെ തന്നെയാണ് ദുബായിൽ. ഇപ്പം നമുക്ക് ഇപ്പോഴും കോൺടാക്ട് ഉണ്ട് നമ്മുടെ സ്റ്റുഡൻസ്, ആ പോയ പിള്ളേരെല്ലാം. അവരെല്ലാം പോകാൻ കാരണം എന്തുകൊണ്ടാണ്? പ്രാക്ടീസാണ്. ആ പ്രാക്ടീസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കൊടുക്കുന്നത്, ആൻഡ്യൂസിൽ കൊടുക്കുന്നത്. ഓക്കെ സാർ, ഇപ്പോൾ 8 വർഷത്തോളം ആയി ഫോട്ടോഗ്രാഫി ഫീൽഡിൽ നിൽക്കുന്നു. അതായത് സാർ ഇപ്പോൾ പറഞ്ഞ പോലെ ഇത്രമാത്രം ഫെസിലിറ്റീസ് ഇല്ലാത്ത സമയത്താണ് സാർ ഇത് പഠിച്ച് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ 3 വർഷത്തോളമായി ആൻഡ്യൂസ് മൾട്ടിമീഡിയയുടെ വൺ ഓഫ് ദ ഡയറക്ടറാണ്, ഓൾസോ ഫോട്ടോഗ്രാഫി ഫാക്കൽറ്റി കൂടിയാണ്. സാറിന്റെ ലൈഫിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടാവില്ലേ? ഫോട്ടോഗ്രാഫി എനിക്ക് അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആരുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓൺ ഐഡിയ ആണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യുക. അതാണ് എൻ്റെ മെയിൻ. എന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇൻസ്പയർഡ് ആയിട്ട് കണ്ടേക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നൊരു സാധനമായിരിക്കണം, അങ്ങനെ കണ്ടൊരു മനുഷ്യനാണ്. ഞാൻ ചെയ്യുന്നത് നല്ലതായിരിക്കണം, അല്ലെ ഞാൻ ചെയ്തായിരിക്കണം ഭംഗിയായിരിക്കണം എന്ന് കാണുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ എനിക്കങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് ആരുമില്ല. ഞാൻ തന്നെയാണ് എൻ്റെ മോട്ടിവേഷനായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സാർ, ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് ഇപ്പൊ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് ഇത്രയും കോൺഫിഡൻസ് സംസാരിക്കുന്നതോട് ഞാൻ ചോദിക്കുവാണ്, ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് സാർ എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? പ്രാക്ടീസ്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്.